ഞാൻ വീട്ടിൽ പോയിരുന്നു. ലിലി ചേച്ചിയെ കണ്ടിരുന്നു. ലിലി ചേച്ചിയുമായി സംസാരത്തിനിടയ്ക്ക് പറഞ്ഞിരുന്നു, തോമസ് കുട്ടിയേട്ടൻ ഏതാനും ദിവസം മുമ്പ് അവിടെ വന്നിരുന്നു. തോമസ് കുട്ടിയേട്ടൻ്റെ ജ്യേഷ്ഠനോ അനുജനോ ആ ദിവസങ്ങളിൽ വന്നപ്പോൾ ആ ജ്യേഷ്ഠനെ അനുജൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നതാണ്. എല്ലാ കാര്യങ്ങളും മനസ്സിൽ ചൊരിക്കൂട്ടി മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചത്, മക്കൾക്ക് സ്നേഹം പറഞ്ഞുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു തോമസ് കുട്ടിയേട്ടൻ. എന്നേക്കാൾ കൂടുതലെന്ന് നിങ്ങൾക്കറിയാം. 12ാം വയസ്സിൽ അമ്മച്ചി മരിച്ചു. പലരും, ഞാൻ കേട്ടിരിക്കുന്നത്, പലരും തോമസ് കുട്ടിയേട്ടനെ നിർബന്ധിച്ചു മറ്റൊരു വിവാഹം കഴിക്കാൻ. എന്തായാലും എൻ്റെ മോൾക്ക് വേണ്ടി എൻ്റെ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ചു വെച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവനും മകൾക്ക് വേണ്ടി മാത്രം, മകളെ സ്വപ്നം കൊണ്ടുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് തോമസ് കുട്ടിയേട്ടൻ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ നമ്മിൽ നിന്ന് ദൈവം ഒരുക്കിയ, ഈശോ ഒരുക്കിയ വാസസ്ഥലത്തെ മഹത്വത്തിൻ്റെ കിരീടം ധരിക്കുവാനായി നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയി. നമുക്ക് ആത്മാവുണ്ട്, നമുക്ക് ശരീരമുണ്ട്. ആരാധന്മാർക്ക് ആത്മാവുണ്ട്, ശരീരമില്ല. മൃഗങ്ങൾക്ക് ശരീരമുണ്ട്, ആത്മാവില്ല. ആത്മാവും മനസ്സുമുള്ള വ്യക്തികളാണ് മനുഷ്യർ. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവർ. ഈ ആത്മാവ് കുടികൊള്ളുന്നത് ദൈവത്തിനാണ്. ഇന്ന് അല്ലെങ്കിൽ നാളെ നാം ശരീരം വിട്ടുപോകണം. ശരീരം വിട്ടുപേക്ഷിച്ച് പോകുമ്പോൾ ആത്മാവിന് സ്ഥിതി ചെയ്യാൻ, കുടികൊള്ളാൻ ഒരു സ്ഥലമുണ്ടാകണം. അത് യേശുവാണ്. യേശുവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ശരീരത്തിൽ ആയിരിക്കുമ്പോൾ ഒരുപക്ഷെ ആത്മാവിൻ്റെ കാര്യം ചിന്തിച്ചില്ലാതെ വരാം. കാരണം ആത്മാവ് ശരീരത്തിലായിരിക്കുന്നിടത്തോളം കാലം. പക്ഷെ ശരീരം ഉപേക്ഷിക്കേണ്ട നിമിഷം വരുമ്പോൾ ആത്മാവിന് സ്ഥിതി ചെയ്യാൻ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് യേശു തന്നെയാണ്. ആ സ്ഥലമുണ്ടെങ്കിൽ ആത്മാവിൻ്റെ അവസ്ഥ മനസ്സിലാക്കാം. ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ ഇന്ന് വിവരെ അർപ്പിക്കുമ്പോൾ ചിന്തിക്കാനുള്ളത്, എൻ്റെ ആത്മാവ് യേശുവിനാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ യേശുവിൽ എൻ്റെ ആത്മാവ് സ്ഥിതി ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ ശരീരം വിട്ടുപോകുന്ന ആ നിമിഷത്തിൽ എൻ്റെ ആത്മാവിനുണ്ടാവുന്ന വേദന, ദുഃഖം, ആ അവസ്ഥ. അതുകൊണ്ട് തിരുവചനത്തിൽ വാഴ്ത്തപ്പെട്ട വിശുദ്ധ ചാവറയച്ചൻ CMI സഭയുടെ സ്ഥാപനമാണ്. ഞാൻ CMI സഭയുടെ ഒരു അംഗമാണ്. ഷാജു അച്ഛനും CMI സഭയുടെ അംഗമാണ്. ചാവറയച്ചൻ പറയാനുള്ളതാണ്, ദൈവവചനം എൻ്റെ ഭക്ഷണവും എൻ്റെ പാനീയവുമാണ്. ദൈവവചനം ഭക്ഷണവും പാനീയവുമായി വളർന്ന് ദൈവത്തിൽ സ്ഥിതി ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ബലിയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ, മരണത്തെ മരണം കൊണ്ട് ജയിച്ച യേശുവിൻ്റെ ബലിയിൽ സംബന്ധിക്കുമ്പോൾ, മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നിത്യശാന്തി നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. തോമസ് കുട്ടിയേട്ടൻ്റെ കുടുംബാംഗങ്ങൾ ആണ് നമ്മൾ ഓരോരുത്തരും. എന്നേക്കാൾ കൂടുതൽ വേദനിക്കുന്നവരാണ്, ദുഃഖിക്കുന്നവരാണ്. നിങ്ങളുടെ മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നമുക്കൊരു പ്രതിജ്ഞ ചെയ്യാം. യേശുവേ, എൻ്റെ തിരുശരീരം, എൻ്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും കഴുകി ശുദ്ധീകരിക്കണമേ. നിൻ്റെ ആത്മാവ് കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. നിൻ്റെ സഹനം കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്നുള്ള നിരന്തരമായ പ്രാർത്ഥന നമ്മൾക്കുണ്ടാകണം. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച തോമസ് കുട്ടിയേട്ടൻ തൻ്റെ മകളെ യജമാന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ കിരീടം അതായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, എനിക്ക് വേറെ ആരുമില്ല, എനിക്ക് വേറെ ആരുമില്ല, അതുകൊണ്ട് എനിക്ക് മക്കളെ വേണം. നിങ്ങൾക്കറിയാം, 4 കൊച്ചുമക്കൾ. ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ എയർപോർട്ടിൽ ഞാൻ പോയി കുഞ്ഞുങ്ങളെ എടുത്ത് ജന്മോനും ഇതോട് വരുന്നത് കണ്ടപ്പോൾ സന്തോഷവും, ചിലവർക്കൊക്കെ സഹതാപം തോന്നുകയാണ്, സന്തോഷമാണ് തോന്നുന്നത്. കാരണം ജോഷന്മാർ, എലിശക്കുട്ടി, ജോലിക്കുട്ടി, ജർമ്മിയ ഇവരൊക്കെ
ഒരുപക്ഷെ എന്നെ കണ്ടാൽ എൻ്റെ മേലേക്ക് ഓടി വരും. കാരണം എന്താണെന്ന് ചിലപ്പോൾ അവിടെ ആയിരുന്ന രണ്ട് പ്രാവശ്യം ഞാൻ ഇംഗ്ലണ്ടിൽ പോകാനിടയായിക്കൊണ്ട് ഈ 2 പ്രാവശ്യവും ഇംഗ്ലണ്ടിലെ ഒത്തിരി മലയാളി കുടുംബങ്ങളുണ്ട്. ആ മലയാളി കുടുംബങ്ങളെ ധ്യാനിപ്പിക്കാൻ ദൈവത്തിൻ്റെ വചനം പങ്കുവെച്ചു കൊടുക്കാൻ പോയ അവസരത്തിൽ പിള്ളേരൊക്കെ ജർമ്മനി വീട്ടിലാണ് താമസിക്കുക. പിള്ളേരൊക്കെ വന്ന് സന്തോഷിക്കും. അത് കഴിഞ്ഞ് ജർമ്മനിയ ജനിച്ചപ്പോൾ പറഞ്ഞ അച്ഛ ഞങ്ങൾക്കൊരു സമ്മാനം വഴി ലഭിച്ചിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു ജർമ്മനെ 4ാമത്തെ സ്മിതയുടെ ആഗ്രഹം ഞാൻ ഏകമാണ്, ഞാൻ ഏകമകളാണ്. എനിക്ക് എന്തുമാത്രം മക്കളുണ്ടാകുന്നുവോ അത്രയ്ക്ക് ദൈവത്തെ ഞാൻ സന്തോഷിക്കും, അഭിനന്ദിക്കാം, അനുമോദിക്കാം. നമുക്ക് അവരെ നൽവരാജ്യം സമർത്ഥമായ ഒരു അനുഗ്രഹിക്കട്ടെ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ സ്നേഹം എന്നും കത്തിക്കൊലിച്ചു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ വേദനകളും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോൾ തിരുവചനത്തിൽ വേരൂന്നി വളരാൻ ആ കുടുംബത്തിന് ശക്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഞാൻ ഇംഗ്ലണ്ടിൽ പോയ അവസരത്തിൽ ധ്യാനിക്കാൻ പോകുമ്പോൾ എനിക്ക് മുന്നേ പോവുക ജവിയാണ്. ദൈവാനുഭവം നടന്ന വ്യക്തി. ഒത്തിരി മറ്റുള്ളവരുടെ കമൻസ് ഉണ്ടായാൽ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ, ദൈവത്തിന് വേണ്ടി എപ്പോൾ വേണമെങ്കിലും എൻ്റെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കാൻ സന്നദ്ധതയുള്ളൊരു മകൻ. ആ തീഷ്ണത ആ കുടുംബത്തിന് ശക്തി പകരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ദൈവം നമുക്ക് ശക്തി നൽകട്ടെ. ഇന്ന് അല്ലെങ്കിൽ നാളെ നാം ഈ ലോകത്തിൽ നിന്ന് തിരിഞ്ഞ് പോകുമ്പോൾ എൻ്റെ ആത്മാവ് സ്ഥിതി ചെയ്യേണ്ടത് ഈശോയിലാണ്. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി നൽകിയ യേശു. ലോകത്തിൽ നാം എല്ലാവരും ജീവിക്കാൻ വേണ്ടി ജനിച്ചവരാണ്. ഒറ്റ ആൾ മാത്രമേ ഈ ലോകത്തിൽ മരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളൂ, അത് യേശുവാണ്. നാം എല്ലാവരും ജീവിക്കാൻ വേണ്ടി ജനിച്ചവരാണ്. ഒറ്റ ആൾ വ്യക്തി മാത്രമേ ലോകത്തിൽ മരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളൂ, അത് യേശുവാണ്. തൻ്റെ മരണം കൊണ്ട് മനുഷ്യരായ നമുക്ക് നിത്യജീവൻ പകർന്നു തന്ന ആ യേശുവിൻ്റെ പേരിൽ ഓരോ ദിവസവും സംബന്ധിക്കുമ്പോൾ യേശുവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജൂബിലി ആഘോഷ വേളയിൽ ബാംഗ്ലൂരിൽ പോയപ്പോൾ അവിടെ കർമ്മനാഥിലെ ചമാച്ച് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് എൻ്റെ മനസ്സിൽ പൊന്തിവരിക. യേശുവെ, എൻ്റെ അധരങ്ങളിൽ നീ മധുരമാകും, എൻ്റെ കണ്ണുകളിൽ നീ അഴകാകും, എൻ്റെ കാതുകളിൽ നീ ശുദ്ധിയാകും, എൻ്റെ വഴികളിൽ നീ വെളിച്ചമാകും, എൻ്റെ ഹൃദയത്തിൽ നീ സ്നേഹമാകണം, എൻ്റെ മനസ്സിൽ നീ സാന്ത്വനമാകണം. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയെ സമർപ്പിക്കാം. ആ യേശുവിൻ്റെ ശക്തി സാന്നിധ്യം നമ്മെ നയിക്കട്ടെ. കുടുംബാംഗങ്ങൾക്ക് ഒരിക്കൽ കൂടി വിചാരിച്ചതിൻ്റെയും കൂടിയുള്ള എല്ലാ വൈദികരുടെയും പ്രത്യേകിച്ച് CMI സഭയിലെ അംഗങ്ങളുടെ പേരിൽ, കാരണം CMI സഭയിലെ പല വ്യക്തികളും ജെറിമോൻ്റെ കൂടെ ഇംഗ്ലണ്ടിൽ പോയി ഈ ധ്യാന പരമ്പരയിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. ജെറിമോയുടെ ഷാബിത്തിനോട് പോയിട്ടുണ്ട്, യോജിച്ചിൽ പോയിട്ട് ഒത്തിരി പേരുണ്ട്. എവിടെ പോയാലും യേശുവിൻ്റെ സാക്ഷി വയ്ക്കുവാൻ ശക്തി നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ കൃഷിന് കാര്യം നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥമായിരിക്കുന്ന പരിശുദ്ധാത്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ Nityam
Ego
ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾക്ക് നാം ചോദിച്ചുപോലെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. Yeah.